നമ്മുടെ എല്ലാ സർവീസ് ഷെഡ്യൂളിന് പുറമെ 300 ബസ്സാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് ഞങ്ങൾ ബസ് കൂടുതലാണ്. ഇപ്പോൾ യാത്രക്കാർ ഞായറാഴ്ച ആയതുകൊണ്ടും യാത്രക്കാർ കൂടുതലുണ്ടാവും എന്നുള്ള നമ്മുടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടും നമ്മൾ അധികം ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ 200-250 ബസ്സാണ് മൊത്തം നമ്മൾ ക്രമീകരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ 300 ബസ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെ മറ്റു ഡിപ്പോയിൽ വരുന്ന അഡീഷണൽ സർവീസുകളുണ്ടാവും. പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൊങ്കാല ഇടാൻ വന്നിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് തിരിച്ചു പോകാനുള്ള യാത്രാ സൗകര്യം. പക്ഷേ ഇത്തവണ നമ്മുടെ KSRTC അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തോടു കൂടി തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുറകിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം KSRTC ബസ്സുകളെല്ലാം തന്നെ ഇന്ന് ചില ഭാഗങ്ങളിൽ നിയന്ത്രണമുണ്ട് തലസ്ഥാന നഗരിയിലെ. ഇപ്പോൾ ബാക്കിയുള്ള KSRTC ഇത്തരത്തിൽ പൊങ്കാല കഴിഞ്ഞ് പോകുന്നവരെ കൊണ്ടാക്കാൻ ഓരോ റൂട്ടുകളിലേക്ക് പോകാനുള്ള എല്ലാ KSRTC ബസ്സുകളും പുറകിലോട്ട് നോക്കി കാണാൻ സാധിക്കും. എല്ലാം വരിവരിയായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൊങ്കാല കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബസ്സിനായിട്ടും തമ്പാനൂർ ഡിപ്പോയിൽ പോയിട്ടാണ് ഇത്തരത്തിൽ പൊങ്കാല കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെ യാത്രക്കാരെ അതിൽ കയറ്റുന്നത്. അപ്പോൾ വരിവരിയായിട്ട് നമ്മുടെ KSRTC എല്ലാ മേഖലയിൽ നിന്നുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി KSRTC ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പൊങ്കാല കഴിഞ്ഞ് പോകുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും KSRTCയുടെ ഭാഗത്ത് നിന്ന് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. സർവീസുകളാണ് KSRTCയുടെ ഭാഗത്ത്. ഇപ്പോൾ നമ്മൾ ആറ്റിയാൽ പൊങ്കലെ ബന്ധപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് എല്ലാ ഡിപ്പോയിൽ വരില്ല. സ്വാഭാവികമാണ് തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല, ആ ജില്ലകളിൽ നല്ല അഡീഷണൽ സർവീസ് വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ സർവീസ് ഷെഡ്യൂളിന് പുറമെ 300 ബസ്സാണ് എക്സ്ട്രാ ആയിട്ടുള്ളത്. ഓർഡിനറി സിറ്റിയിൽ നിന്ന് പോകുന്ന കിഴക്കേക്കോട്ടയിൽ നിന്ന് പൊങ്കാല കഴിഞ്ഞ് പോകുന്നതും തമ്പാനൂർ എന്ന ദീർഘദൂര യാത്രക്കാർക്കുള്ള ബസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന നാഗർകോവിൽ, കൊട്ടാരക്കര ഭാഗത്തേക്ക്, ആലപ്പുഴ ഭാഗത്തേക്ക്, അതേപോലെ തന്നെ പേരക്കട ഭാഗത്തേക്ക്, നെടുമങ്ങാട് ഭാഗത്തേക്ക്, കാട്ടാട് ഭാഗത്തേക്ക്, വെള്ളയുടെ ഭാഗത്തേക്ക്, അങ്ങനെ എല്ലാ ഭാഗത്തേക്കുള്ള അധികമായിട്ടുള്ള 300 ബസ്സുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കിവിടെ 80ഓളം ബസ്സുകൾ ഇപ്പോൾ തന്നെ ആൾറെഡി പാർക്കിങ്ങിലാണ്. അതിന് പുറമെ റോഡിൽ ഇപ്പോൾ NH-ലും MC-ലുമായി നമ്മൾ പാർക്കിയിരിക്കുന്നതിൽ ഏകദേശം ഒരു 160-170 ബസ്സോളം നമ്മുടെ റിസർവ്ഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് 78-80 ബസ്സും പോകുന്ന മുറയ്ക്ക് യാത്രക്കാരെ കയറ്റി പോകുന്ന മുറയ്ക്ക് റോഡിൽ കിടക്കുന്ന ബസ്സുകളൊക്കെ വരും. കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് ഞങ്ങൾ ബസ് കൂടുതലാണ്. ഇപ്പോൾ യാത്രക്കാർ ഞായറാഴ്ച ആയതുകൊണ്ടും യാത്രക്കാർ കൂടുതലുണ്ടാവും എന്നുള്ള നമ്മുടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടും നമ്മൾ അധികം ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ 200-250 ബസ്സാണ് മൊത്തം നമ്മൾ ക്രമീകരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ 300 ബസ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെ മറ്റു ഡിപ്പോയിൽ വരുന്ന അഡീഷണൽ സർവീസുകളുണ്ടാവും. സർവീസ് 2:30 നിവേദ്യം 2:30, 2:40 കൂടി യാത്രക്കാർക്ക് ഇവിടെ എത്തിച്ചേരും. യാത്രക്കാർ നിറയുന്ന മുറയ്ക്ക് ബസ്സുകളൊക്കെ നമ്മൾ പുറപ്പെടും.